ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മുടെ കേരഫെഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചില ക്വസ്റ്റ്യൻസുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളും അതും സാധാ പോലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിലെ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതൊന്നാണ് ദ ലീഗൽ ക്ലോഷർ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോൺ ആസ് ഡാഷ് എന്ന്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അത് അവസാനിപ്പിക്കുക, ആ സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക, നിയമപരമായിട്ട് അവസാനിപ്പിക്കുക. ആ നിയമപരമായിട്ട് അവസാനിപ്പിക്കുന്ന ആ നടപടിയെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷൻ 71 അനുസരിച്ച് ഒരു സംഘത്തിന്റെ നിയമപരമായ നടപടികൾ, പ്രവർത്തനങ്ങൾ, നിയമപരമായിട്ട് ഒരു പ്രവർത്തനങ്ങൾ, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം നിർത്തലാക്കുക, ആ നിർത്തലാക്കിയിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ലിക്വിഡേറ്റർ. ആ ലിക്വിഡേറ്റർ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സംഘത്തിന്റെ ആസ്തിയൊക്കെ കണക്ക് ചോദിക്കുകയാണോ? നിലവിൽ ഉള്ള സംഘത്തിന്റെ, ഏതായാലും ഒരു സംഘം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘമാണ് നിർത്തലാക്കുന്നത്. ആ നിർത്തലാക്കുന്ന സംഘത്തിന്റെ അതിന്റെ ആസ്തിയും മറ്റും കണക്കാക്കി, ആരെങ്കിലുമൊക്കെ സംഘത്തിൽ നിന്ന് പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കണക്കാക്കി കിട്ടാവുന്ന തുകകളൊക്കെ പിരിച്ചെടുത്ത് കൊടുക്കാവുന്ന തുകകൾ പ്രയോറിറ്റി അനുസരിച്ച് കൊടുത്തു തീർത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് ലിക്വിഡേറ്ററുടെ പണി. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സംഘത്തിന്റെ പ്രവർത്തനം നിർത്തലാക്കുന്നത് വൈൻഡിങ് അപ്പാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു സംഘം വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ രജിസ്ട്രാറാണ് ഓർഡർ പുറപ്പെടുവിക്കുന്നത്. രജിസ്ട്രാറുടെ ഓർഡറും പ്രകാരം വൈൻഡപ്പ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ല ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിനോടനുബന്ധിച്ചുണ്ട്. നേരത്തെ ചോദിച്ചിട്ടുമുണ്ട്. ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിന് കൂടുതൽ പ്രാധാന്യമില്ലാത്ത സമയത്തും ഈ ഭാഗത്ത് നിന്ന് ഡിസ്ക്രിപ്റ്റീവ് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു സംഘം വൈൻഡപ്പ് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ചോദിക്കുന്നത്. അതിൽ 65 പ്രകാരമുള്ള എൻക്വയറിക്ക് ശേഷം, 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷന് ശേഷം, 4/3 ആൾക്കാരുടെ അംഗങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രകാരം, ഈ 3 സാഹചര്യത്തിലാണ് രജിസ്ട്രാർ വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കുന്നത്. പക്ഷേ നമ്മളെ തെറ്റുപറ്റാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. രജിസ്ട്രാർ ഹിസ് ഓൺ മോഷനിൽ, സ്വന്തം താല്പര്യത്തിൽ വൈൻഡിങ് അപ്പ് ഓർഡർ പുറപ്പെടുവിക്കാറുണ്ട്. അതും 3 കാരണമുണ്ട്. അതിലൊന്ന്, ഒരു സംഘം രജിസ്റ്റർ ചെയ്തിട്ടും 6 മാസമായി പ്രവർത്തനം തുടങ്ങിയില്ല, എക്സ്റ്റൻഷൻ അപേക്ഷിച്ചിട്ടുമില്ല. മറ്റൊന്ന്, ഒരു സംഘത്തില്
ഏതെങ്കിലും പ്രത്യേക എംപ്ലോയീസിന് വേണ്ടി ഉണ്ടാക്കിയ സംഘത്തിൽ ആ എംപ്ലോയീസിന്റെ എണ്ണം ആ വ്യവസായശാലയിൽ എംപ്ലോയീസിന്റെ എണ്ണം ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കുറഞ്ഞു പോയാൽ ആ സംഘം രജിസ്ട്രാർ സ്വമേധയാ വൈൻഡപ്പ് ചെയ്യും. ഏതെങ്കിലും സംഘം ആരംഭിക്കണമെങ്കിൽ മിനിമം 25 പേര് വേണ്ട സംഘത്തിന്റെ കാര്യത്തിൽ 25 കുറഞ്ഞു പോയാൽ അംഗങ്ങളെ കുറേശ്ശെ അംഗങ്ങൾ കുറഞ്ഞ് 25 കുറഞ്ഞു പോയാൽ അതും സ്വമേധയാ ലിക്വിഡേറ്റ് വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇക്കാരണത്തിൽ ഒന്ന് ഓർത്തു വെക്കണം. ഇവിടെ ഒരു സാധാ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ വൈൻഡിങ് അപ്പ് ആണ്. അടുത്തതും ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കൊക്കെ എളുപ്പം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ഡാഷ് എന്നാണ്. ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. അവിടെ രജിസ്ട്രാർ എന്നാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നതെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിലും ചിലപ്പോൾ മറ്റ് ചോയ്സുകളൊക്കെ നോക്കുമ്പോൾ വേറെ ചില മനസ്സിൽ ചില ആൻസറുകളൊക്കെ വേറെ ഇതുമായി ബന്ധപ്പെട്ടൂടെ കിടക്കുമ്പോൾ ആ പരീക്ഷാകളിൽ വെച്ച് ചിലപ്പം സംശയം വരികയും വേറെ ആൻസറൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യുന്നതിന് മെമ്പർമാര് വൈൻഡപ്പ് ചെയ്യാനുള്ള കാരണത്തിൽ ആകെയുള്ള അംഗങ്ങളുടെ 4/3 ആൾക്കാർ ആവശ്യപ്പെട്ടാൽ, മെമ്പർമാർ ആവശ്യപ്പെട്ടാൽ ലിക്വിഡേഷന് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർ പുറപ്പെടുവിക്കും. അപ്പൊ ചിലപ്പോ ആ പഠിച്ച ഓർമ്മ വെച്ചിട്ട് 4/3 ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണല്ലോ എന്ന് പഠിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ വെച്ചിനിയും ചിന്താഗതികൾ മാറും. അപ്പോയിന്റ്മെന്റ് ഒക്കെ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ആ ക്വസ്റ്റ്യന്റെ ഭാഗം പോലും ഓർക്കാതെ ചിലപ്പോൾ വേറെ ആൻസറിലേക്ക് പോകും. ഇങ്ങനെ വരുന്ന അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ഡാഷ് എന്നുള്ളതിന്റെ ആൻസർ നിങ്ങൾ മനസ്സിൽ കണ്ടെത്തി കഴിഞ്ഞിട്ടേ ചോയ്സിലേക്ക് നോക്കാവൂ. ആൻസർ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ആൻസർ ചോയ്സിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എഴുതി മാറുന്നതായിരിക്കും നല്ലത്. അതായത് ഇതിന്റെ ആൻസർ രജിസ്ട്രാർ ആണ്. അടുത്തത് ഒരു ലിക്വിഡേഷന്റെ പ്രോസസ്സിൽ ലിക്വിഡേഷന്റെ കാര്യം പഠിക്കുമ്പോൾ ഒരു ലിക്വിഡേഷന് വേണ്ടി രജിസ്ട്രാർ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പോയിന്റ് ചെയ്ത ഓർഡറിന്റെ ഡേറ്റ് മുതൽ 3 കൊല്ലത്തിനകം പൂർത്തീകരിച്ചിരിക്കണം. അപ്പൊ ഈ ഭാഗത്ത് ഈ ചാപ്റ്ററില് 3 വർഷം എന്നുള്ളത് 3 പഠിക്കാനുണ്ട്. 3 ക്വസ്റ്റ്യന്റെ ആൻസറിന് 3 years ആണ്. 3 ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് തന്നെ ഉള്ള 3 ക്വസ്റ്റ്യനും ചോദിക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അതിന്റെ 3ന്റെ ആൻസർ 3 years എന്ന് ഓർത്തു വെക്കാനും പറ്റും. അതിലൊന്ന്, ഒരു സംഘം വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്താൽ ലിക്വിഡേറ്റർ എത്ര നാളിനകം ലിക്വിഡേഷൻ പൂർത്തീകരിക്കണം എന്നുള്ളതാണെങ്കിൽ അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അത് 3 വർഷമാണ്. ഇനി 3 വർഷം കൊണ്ട് ലിക്വിഡേഷൻ പൂർത്തീകരിക്കാതിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ രജിസ്ട്രാർക്ക് ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ ചോദ്യത്തിന്റെ ഭാഗത്ത് വരുന്നില്ലെങ്കിലും ഓർത്തു വെക്കുക. മറ്റൊന്ന്, ഒരു സംഘത്തിന്റെ ലിക്വിഡേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ ഒരു ലാസ്റ്റ് ജനറൽ ബോഡി വിളിക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അത് റൂൾ 69 8 9 അനുസരിച്ചാണ്. സബ് 69 8 ഒരു ജനറൽ ബോഡി വിളിക്കാൻ നമ്മുടെ റെഗുലേറ്റർക്ക് അധികാരമുണ്ടെന്നും 69 9 റെഗുലേറ്റർ പൊതുയോഗം വിളിച്ച് അതുവരെ അയാൾ ചെയ്ത കാര്യങ്ങൾ അംഗങ്ങളെ അറിയിക്കും എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 69 8 69 9 ലാസ്റ്റ് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ വിളിക്കുന്നത് 69 9 ആ മീറ്റിംഗിൽ വെച്ച് പണം ഏതെങ്കിലും കാരണവശാൽ ലിക്വിഡേഷന്റെ പൂർത്തീകരിക്കാൻ വേണ്ടി പിരിച്ച പണം കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെയും കൊടുക്കാൻ ഉള്ളവരുണ്ടാകാം. പക്ഷെ അവരാരും പൈസയ്ക്ക് വന്നിട്ടില്ല. ആ മിച്ചം അല്പം പണമുണ്ടെങ്കിൽ ആ പണം ഫൈനാൻസിംഗ് ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന പൊതുയോഗത്തിൽ പറയും. ഫൈനാൻസിംഗ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ 3 വർഷത്തേക്ക് അത് പിൻവലിക്കത്തില്ല. അപ്പോൾ സർപ്ലസ് എമൗണ്ട് ഈഫ് എനി ഷാൽ ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ ഫൈനാൻസിംഗ് ബാങ്ക് ബൈ ദ ലിക്വിഡേറ്റർ ഫോർ എ പീരീഡ് ഓഫ് 3 years. 3 വർഷത്തേക്ക് അത് നിക്ഷേപിക്കും. ആഫ്റ്റർ 3 years 3 വർഷം കഴിഞ്ഞ് ദ എമൗണ്ട് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു കോമൺ ലിക്വിഡേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഇൻ ദ താലൂക്ക്. 3 കൊല്ലം വരെ ഈ സംഘത്തിലെ പണം കൊടുക്കാനുള്ളവർ വരികയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി ആണ് ഫൈനാൻസിംഗ് ബാങ്ക് നിക്ഷേപിക്കുന്നത്. 3 കൊല്ലം വരെയും ആരും വന്നില്ലെങ്കിൽ ആ പണം ആ താലൂക്കിലെ AR ജനറലിന്റെ പേരിൽ ബാങ്കിലുള്ള ഒരു അക്കൗണ്ടാണ് കോമൺ ലിക്വിഡേഷൻ ഫണ്ട്, അതിലേക്ക് മാറ്റും. അവിടെയും ഒരു 3 വർഷമുണ്ട്. മറ്റൊരു 3 വർഷം ലിക്വിഡേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞ ആൾ ദ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ദ ഓഫീസ് ഓഫ് ദ ലിക്വിഡേറ്റർ, സംഘത്തിന്റെ ആ ബുക്കുകളൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോരും. പിന്നെ സംഘവുമില്ല, ഒന്നുമില്ലാത്തോണ്ട് ദാറ്റ് ഷാൽ ബി കെപ്റ്റ് ഇൻ ദ ഓഫീസ് ഓഫ് ദ ലിക്വിഡേറ്റർ ആഫ്റ്റർ 3 years. 3 കൊല്ലം കഴിഞ്ഞ് ഇറ്റ് മേ ഡിസ്ട്രോയിഡ് വിത്ത് പ്രയർ സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാറുടെ സാങ്ഷനോട് കൂടി അത് നശിപ്പിച്ച് കളയാം. അവിടെയും 3 കൊല്ലമാണ്. ഈ 3 കൊല്ലം ഒറ്റ ആൻസർ പഠിക്കുകയും 3 ക്വസ്റ്റ്യനായിട്ട് ഓർത്തു വെക്കാമെങ്കിൽ പല കുറി മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ചോദിച്ചത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എത്ര കൊല്ലത്തേക്കാണ് സർപ്ലസ് എമൗണ്ട് ലിക്വിഡേറ്റർ ബാങ്കിൽ നിക്ഷേപിക്കേണ്ടത്? 3 കൊല്ലമാണ്. റെക്കോർഡുകൾ എത്ര കൊല്ലം സൂക്ഷിക്കണം? ആഫ്റ്റർ ലിക്വിഡേഷൻ അതും 3 കൊല്ലമാണെന്ന് ഓർക്കുക. ഇവിടുത്തെ ആൻസർ 3 years ആണ്. അടുത്തത് ഫയലിംഗ് എ പെറ്റീഷൻ ഓർ റെപ്രസെന്റേഷൻ ബൈ ദ അഗ്രീവ്ഡ് ബിഫോർ എ ഹയർ അതോറിറ്റി against the order of an authority at the lower level is called dash എന്നാണ്. അതായത് ഫയലിംഗ് എ പെറ്റീഷൻ
ഓർ റെപ്രസെന്റേഷൻ, ഒരു പരാതിയോ നിവേദനമോ ആ അഗ്രീവ്ഡ് പേഴ്സൺ ആർക്കെതിരെയാണോ ഒരു വിധി അല്ലെങ്കിൽ ഒരു ഓർഡർ ഒരു അതോറിറ്റി പുറപ്പെടുവിക്കുന്നെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഈ രജിസ്ട്രാർ ചില ഓർഡർ പുറപ്പെടുവിക്കും. നമ്മുടെ സെക്ഷൻ 70 പ്രകാരം മോണിറ്ററി ഡിസ്പ്യൂട്ടിന്മേൽ ആദ്യം ഓർഡർ പുറപ്പെടുവിക്കുന്നത് രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ ആർബിട്രേറ്ററോ ആയിരിക്കും. അതിനെതിരെ നമ്മൾ ഹയർ അതോറിറ്റിക്ക് പോകാം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ചില ഓർഡറുകൾ പുറപ്പെടുവിക്കും, നോൺ മോണിറ്ററി. അതിനെതിരെയും നമുക്ക് ഹയർ അതോറിറ്റിയുടെ മുമ്പാകെ പോകാം. ഏതൊരു കേസാണെങ്കിലും ആ കേസിന്റെ താഴത്തെ തട്ടിലുള്ള അതോറിറ്റി എടുക്കുന്ന ഓർഡർ അല്ലെങ്കിൽ അവാർഡ് ആർക്കേലും ഒരാൾക്കെതിരായിരിക്കും. ആ എതിരായ ആളിനെയാണ് അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അഗ്രീവ്ഡ് പേഴ്സണ് അപ്പീല് പോകാം. അത് ഹയർ അതോറിറ്റിക്കാണ് അപ്പീല് പോകുന്നത്. ഇവിടുത്തെ ആൻസർ അപ്പീലാണ്. ഇവിടുത്തെ ചോദ്യം ലോവർ ലെവലിലുള്ള ഒരു അതോറിറ്റി എടുത്ത ഓർഡറിനെതിരെ ഹയർ അതോറിറ്റിയിൽ പോകുന്നതിനെ പറയുന്ന പേര് അപ്പീൽ എന്നാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഈ റിവ്യൂവും റിവിഷനും ഉണ്ടല്ലോ. റിവ്യൂ എന്ന് പറയുന്നത് ഹയർ അതോറിറ്റിയുടെ തന്നെ ഒരു ഓർഡറിനെതിരെ അവർക്ക് തന്നെ പോകുന്നതാണ് റിവ്യൂ. അപ്പോൾ ഹയർ അതോറിറ്റി എടുത്ത ഒരു തീരുമാനം, ലോവർ അതോറിറ്റി എടുത്ത ഒരു തീരുമാനം നമുക്കെതിരാണെങ്കിൽ അതിനെതിരെ പോകുന്ന ഹയർ അതോറിറ്റിയിലേക്ക് പോകുന്നതാണ് അപ്പീൽ. എന്നാൽ ഹയർ അതോറിറ്റി അതിന്മേലൊരു തീരുമാനമെടുക്കുമ്പോൾ അത് നമുക്കെതിരാണെങ്കിൽ അവിടെ തന്നെ ഒന്നുകൂടെ ഒരു പരാതി കൊടുക്കുന്നതാണ് റിവ്യൂ. അപ്പോൾ അതിന്റെ എടുത്തതും ആരെടുത്തോ അപ്പീലിംഗ് അതോറിറ്റി എടുത്ത തീരുമാനത്തിനെതിരെ അവർക്ക് തന്നെ ഒന്നുകൂടെ കൊടുക്കുന്നതാണ് റിവ്യൂ. അപ്പൊ അത് അപ്പീലല്ല. ലോവർ അതോറിറ്റി എടുത്തതിനെതിരെ ഹയർ അതോറിറ്റിക്ക് പോകുന്നതാണ് അപ്പീൽ. ഹയർ അതോറിറ്റി അതിന്മേലെടുത്ത തീരുമാനത്തെ ഒന്നുകൂടെ പുനഃപരിശോധിക്കാൻ അവിടെ തന്നെ കൊടുക്കുന്നതാണ് റിവ്യൂ. എന്നാൽ ഒരു താഴത്തെ അതോറിറ്റി എടുത്ത തീരുമാനം, ആ തീരുമാനം അതിന്റെ ലീഗൽ പ്രൊസീജിയർ മാത്രം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് റിവിഷൻ. അപ്പൊ അത് ഈ താഴത്തെ അതോറിറ്റി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനത്തിന്റെ ലീഗാലിറ്റി ഒരു പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ് മേൽ അതോറിറ്റി കൊടുക്കുന്നതാണ് റിവ്യൂ. അത് യഥാർത്ഥത്തിൽ ആ തീരുമാനത്തിന് എതിരെ ഹയർ അതോറിറ്റിക്ക് പോയി കഴിഞ്ഞാൽ അപ്പീലുമാണ്. ഇവിടെ ഹയർ അതോറിറ്റിയുടെ മുമ്പാകെ ലോവർ അതോറിറ്റി എടുത്ത തീരുമാനത്തിന് പോകുന്നത് അപ്പീലാണ്. അവരുടെ എടുത്ത തീരുമാനത്തിന്റെ അവരുടെ അടുത്ത് തന്നെ പോകുന്നതാണ് റിവ്യൂ. താഴത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി എടുത്ത തീരുമാനം അതിന്റെ ലീഗാലിറ്റി ഒന്ന് പരിശോധിക്കാൻ കൊടുക്കുന്നതാണ് റിവിഷൻ.
ഇവിടെ റിവിഷന്റെ മേൽ താഴത്തെ അതോറിറ്റി എടുത്ത ആ തീരുമാനം ഒന്നുകൂടെ പരിശോധിക്കുക മാത്രമാണ്, മറിച്ച് ആ തീരുമാനത്തിന് ഒന്നുകൂടെ പുനഃപരിശോധിക്കാൻ വേണമെങ്കിൽ ഈ അതോറിറ്റിക്ക് അങ്ങോട്ട് പറയാവുന്നുള്ളതേ ഉള്ളൂ. അതിന്മേൽ ഒരു വിധി റിവിഷൻ പ്രകാരം കൊടുക്കത്തില്ല. റിവിഷൻ പ്രകാരം മേലത്തെ അതോറിറ്റി ഒരു വിധി കൊടുക്കാറില്ല. താഴത്തെ ആൾക്കാർ കൊടുത്ത ആ ഓർഡറെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് റിവിഷൻ പെറ്റീഷന്റെ കാര്യത്തിൽ. അപ്പീലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. താഴത്തെ എടുത്ത തീരുമാനം പരിശോധിച്ച് പുതിയൊരു തീരുമാനം ഒന്നുകിൽ വാദിക്കോ പ്രതിക്കോ പ്രതികൂലമായോ ഓർഡർ തന്നെ ഇറക്കുന്നതാണ് അപ്പീലിന്മേലുള്ള തീരുമാനം. ഇവിടെ യഥാർത്ഥത്തിൽ മൂന്നവസ്ഥ വരാം. ഒന്ന്, താഴത്തെ അതോറിറ്റി എടുത്ത തീരുമാനത്തിന്റെ എതിരെ അപ്പീൽ കൊടുക്കാം. മേളത്തെ അപ്പീൽ എടുത്ത തീരുമാനത്തിന്മേൽ ആ അതോറിറ്റിക്ക് തന്നെ ഒന്നുകൂടെ കൊടുത്ത് റിവ്യൂ നടത്താം. താഴത്തെ അതോറിറ്റിയുടെ തീരുമാനത്തിന്റെ ലീഗാലിറ്റി മാത്രം പരിശോധിച്ച് അവരോട് ഒന്നുകൂടെ കേൾക്കാൻ പറയാൻ വേണ്ടി കൊടുക്കുന്നതാണ് റിവിഷൻ. ഇവിടുത്തെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ മേഖലയിൽ അപ്പലറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പീൽ കേൾക്കുന്നത് 3 അതോറിറ്റിയാണ്. അതുകൂടെ ഓർക്കുക. അപ്പീൽ കേൾക്കുന്നത് നമ്മുടെ സഹകരണ മേഖലയിൽ 3 അതോറിറ്റിയാണുള്ളത്. ഒന്ന് ട്രിബ്യൂണലാണ്, 2 ഗവൺമെന്റ് ആണ്, മറ്റൊന്ന് രജിസ്ട്രാറാണ്. എന്ന് വെച്ചാൽ രജിസ്ട്രാറുടെ അധികാരം കിട്ടിയ ആള് പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവിനെതിരെ യഥാർത്ഥ രജിസ്ട്രാർക്ക് നമുക്ക് അപ്പീൽ കൊടുക്കാം. അപ്പൊ അതൊരു അപ്പീലിംഗ് അതോറിറ്റിയായി. യഥാർത്ഥ രജിസ്ട്രാറിന്റെ എടുത്ത തീരുമാനത്തിന്മേൽ നമുക്ക് അപ്പീല് ഗവൺമെന്റിൽ പോകാം. അങ്ങനെ ആകുമ്പം ഗവൺമെന്റും അപ്പീലിംഗ് അതോറിറ്റി ആകും. 70 പ്രകാരമുള്ള അവാർഡിന്മേൽ നമ്മൾ പോകേണ്ടത് ട്രിബ്യൂണലിന് മുമ്പാകെയാണ്. അപ്പോഴും 70 പ്രകാരം ഒരു അവാർഡ് പുറപ്പെടുവിച്ചത് ആരായാലും അതിനെതിരെ നമുക്ക് അപ്പീൽ പോകാം ട്രിബ്യൂണലിൽ. അങ്ങനെ 3 അപ്പലറ്റ് അതോറിറ്റിയാണ് സഹകരണ മേഖലയിൽ ഉള്ളത്: ട്രിബ്യൂണൽ, ഗവൺമെന്റ്, രജിസ്ട്രാർ. അപ്പലറ്റ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലെവലിലുള്ള ആരെങ്കിലും എടുക്കുന്ന തീരുമാനത്തിന്മേൽ അപ്പീൽ കേൾക്കുന്ന അതോറിറ്റിയാണ് അപ്പലറ്റ് അതോറിറ്റി. ഇവിടെ ഇത്രയും കാര്യം കൂടി ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അടുത്തത്, മാച്ച് ദ ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 1 വിത്ത് ദോസ് ഓഫ് ലിസ്റ്റ് 2. ഒന്നാമത്തേതും രണ്ടാമത്തേതുമായിട്ട് താരതമ്യം ചെയ്യുക. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനൊക്കാത്ത കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇതില് ഏത് ശരി എന്നൊന്നും തീർത്ത് പറയാൻ നമുക്ക് പറ്റത്തില്ല. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്താവുന്നത് അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഒരു അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പൊ അതുമായിട്ട് പറ്റത്തില്ല. സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെൻട്രൽ ബാങ്ക് ആണ്. അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരള സ്റ്റേറ്റ് അടുത്തത്, ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ബോഡി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇത് പ്രൈമറി കാർഡ് ബാങ്കിന്റെ ഒരു അപ്പെക്സ് സ്ഥാപനമാണ്.
അതും പറയാനൊക്കത്തില്ല. സ്റ്റേറ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് സംസ്ഥാന അപ്പെക്സ് ബാങ്കാണ്. ഈ PACSമായി ബന്ധപ്പെട്ട് ചേർക്കാവുന്ന ഒരു സെന്റൻസും ഇതിനകത്തിലില്ല. PACSനെ അനുബന്ധമാക്കാവുന്ന മാറ്റ് ചെയ്യുന്ന ഒരു സെന്റൻസും നമ്മുടെ വലത്ത് സൈഡിൽ കാണാനില്ല. അപ്പൊ ഇത് PACS ആണ്. PACS എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. അതെന്ന് പറയുന്നത് ബോട്ടം ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു കാർഷിക വായ്പാ സംഘമാണ്. മെയിൻ ഓബ്ജക്റ്റ് ടു പ്രൊവൈഡ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്. അത് ഒന്നിൽ വില്ലേജ് അല്ലെ പഞ്ചായത്ത് അല്ലെ മുനിസിപ്പാലിറ്റി പ്രവർത്തന പരിധിയായിട്ടുള്ളതാണ്. ഇതൊരു ഇടത്തട്ടിലുള്ള സംഘമല്ല. അപ്പൊ സെൻട്രൽ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഇൻ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് അപ്പെക്സിനാണ് സെൻട്രൽ എന്ന് പറയുന്നത്. മധ്യഭാഗത്ത് ഉള്ളതല്ല, അത് വരത്തില്ല. ഇനിയും മറ്റൊരു രൂപത്തിൽ പറഞ്ഞാല് കേന്ദ്രം, സെൻട്രൽ എന്നുള്ളത് കേന്ദ്ര ബാങ്ക് എന്ന രൂപത്തിലെടുത്താലും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഒരു കേന്ദ്ര സഹകരണ ബാങ്കും അല്ല. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും യോജിപ്പിക്കാൻ നമുക്കില്ല. പിന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് നബാർഡ്. നബാർഡുമായി ബന്ധപ്പെടുത്താവുന്നത് ഇതിനകത്തിൽ അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് അത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. നബാർഡ് ഒരു സഹകരണ സ്ഥാപനമല്ല, അത് നാഷണൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ സെക്ടറിനെ സഹായിക്കാനാണ്. നബാർഡ് എന്ന് പറയുന്നത് കാർഷിക സംഘങ്ങളെ മാത്രം സഹായിക്കുക അല്ല, മറിച്ച് നബാർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ടു പ്രൊവൈഡ് റീഫൈനാൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ നബാർഡിന്റെ യോജിക്കാവുന്ന സെന്റൻസ്. എങ്കിലും വേണമെങ്കിൽ നമുക്ക് അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. അതൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ കാർഷിക സംഘങ്ങളെയും സഹായിക്കും, മറിച്ച് കാർഷിക സംഘങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അപ്പെക്സ് സ്ഥാപനമല്ലത്. കാർഷിക സഹകരണ സംഘത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല നബാർഡ്. എന്നാൽ കാർഷിക സംഘങ്ങൾ കൂടി അവർക്കൂടെ വേണ്ടിയാണ്, അവർക്ക് വേണ്ടി മാത്രം അല്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൂടെ വേണ്ടിയാണെന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുമായിട്ട് കണക്ട് ചെയ്യാം. പൂർണ്ണമായിട്ടും നമ്മള് പറയത്തില്ലേ, ഒരു കാര്യം ആരും ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ചെയ്തേക്കാം, പക്ഷേ എനിക്ക് അപ്പോഴും അത് വിജയകരമാകുവാൻ സംശയമുണ്ട്, എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് വേണേ ചെയ്തേക്കാം എന്ന് പറയുന്ന ചില സാഹചര്യം ഉണ്ടല്ലോ നമ്മുടെ അനുഭവത്തിലൊക്കെ പല കാര്യങ്ങളും. അല്ലെന്ന് പറയുക, എടാ അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്യണേ, അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമില്ല, പിന്നെ നീ പറഞ്ഞതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ നമുക്കത് വേണേ കൊടുക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതിന് നമുക്ക് പറയാം സ്റ്റേറ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്ന് പറയാം. നമ്മുടെ സംസ്ഥാനത്ത് അപ്പെക്സ് ആയിട്ടുള്ള സ്ഥാപനമാണ്, കോപ്പറേറ്റീവ് ബാങ്കാണ്, അപ്പെക്സ് ആണ്, സ്റ്റേറ്റ് അപ്പെക്സ് ആണ്, നാഷണൽ അപ്പെക്സ് അല്ല. അത് ശരിയാകാം. അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, നമ്മുടെ കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക്. അത് അപ്പെക്സ് ബോഡി ഓഫ് പ്രൈമറി കാർഡ് ബാങ്ക് നമുക്ക് ഓർക്കാം. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും നമ്മൾ കൊടുക്കാത്തപ്പോൾ
പിന്നെ ആരുമില്ലാതെ കിടക്കുന്ന ഈ രണ്ടിലേക്ക് അങ്ങ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഈ പല പോയിന്റുകളും വേണ്ടത്ര അർത്ഥം ഇതിന്റെ മാച്ച് ചെയ്യാത്തതാണ്. എന്നാൽ അല്പമെങ്കിലും മാച്ച് ചെയ്യുന്നതൊക്കെ എടുത്തു കഴിയുമ്പോൾ മാച്ച് ചെയ്യാത്ത ഒരെണ്ണം ഇയാൾക്ക് ഒന്നുമില്ലാതെ കിടക്കുന്ന ആളിന് ഒരെണ്ണം വെറുതെ കിടക്കുമ്പോൾ അതങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒന്ന് നമുക്ക് രണ്ടുമായിട്ട് കണക്ട് ചെയ്യാം, 2 ഒന്നുമായിട്ട് കണക്ട് ചെയ്യാം, 3 4 കണക്ട് ചെയ്യാം, 4 3 കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു പൂർണ്ണമായ ഒരു സംതൃപ്തിയോടുകൂടി അല്ലെങ്കിലും ഉള്ളതിൽ ചിലതൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം കൂടെ ഉള്ളതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എത്താം. അപ്പം 1 2, 2 1, 3 4, 4 3 എന്ന് വേണമെങ്കിൽ ഒരു തീരുമാനത്തിലെത്താം എന്ന് മാത്രം. പക്ഷെ അതെല്ലാം പൂർണ്ണ അർത്ഥത്തിലോ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ പഠിച്ചതിൽ നിന്ന് നമുക്ക് ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടിയല്ല എങ്കിലും നമുക്ക് ഉള്ളത് ഒരുവിധമെങ്കിലും യോജിക്കാവുന്നത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതുമായിട്ടൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ആൻസറിൽ എത്തുക എന്നുള്ളതേ ഉള്ളൂ. അടുത്തത്, സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ. കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സെന്റൻസുകളിൽ ഏതൊക്കെയാണ് ശരിയായി വരുന്നതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് കൺസ്യൂമർ ഫെഡിനെ പറ്റി നമ്മൾ വിശാലമായി പഠിച്ചു വെച്ചിട്ടുണ്ടാകണം. വിശാലമായി പഠിക്കാനുണ്ട് താനും, നമ്മളത് പഠിക്കുന്നുമുണ്ട്. ആ പഠിച്ച കാര്യങ്ങളിൽ എല്ലാം കൂടെ ഓർത്തിരിക്കുമ്പോൾ മാത്രം അതിൽ നിന്ന് എടുത്തു ചോദിക്കുന്ന ചില പോയിന്റുകളിൽ ഇതിനകത്തിൽ വരും. അതിൽ തെറ്റും കാണും. അത് മാറ്റി വെച്ച് കറക്റ്റ് മാത്രം എടുക്കുക. ഇപ്പൊ കേരള അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള, നമ്മുടെ സംസ്ഥാനത്തെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ കൺസ്യൂമർ ഫെഡ്. എന്നാൽ ഇന്ത്യയുടെ വരുമ്പോൾ NCCF ആകും. ഇത് കറക്റ്റായിട്ട് കേരളം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതൊരു കറക്റ്റ് സെന്റൻസാണ്. മറ്റൊന്ന്, എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ KCS ആക്ട് 1969, 1965 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. 1965 1965 KCS ആക്ട് ഇല്ല. KCS ആക്ട് വന്നത് 69. അങ്ങനെയെങ്കിൽ ഇത് 65. നമുക്കറിയാം 1952 മുതൽ 1969 വരെ 1951 പാസാക്കുകയും 52 നിലവിൽ വരികയും ചെയ്ത ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് 51 പാസാക്കി 52 നിലവിൽ വന്നു. അതാണ് നമ്മുടെ തിരുവിതാംകൂർ കൊച്ചിൻ ഏരിയയിൽ നിലനിന്നിരുന്നത്. അപ്പം ആ ആക്ട് പ്രകാരമായിരിക്കാം ഇത് രജിസ്റ്റർ ചെയ്യുന്നത്, 69 ആക്ട് അല്ല. അപ്പോൾ അതൊരു തെറ്റായ സെന്റൻസ് ആണ്. The primary objective is to distribute consumer articles at a reasonable price എന്ന് പല കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ടാകും. The main object of a consumer cooperative or consumer fed or district wholesale store, അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ
ടു പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി കൺസ്യൂമർ ആർട്ടിക്കിൾസ് അറ്റ് റീസണബിൾ പ്രൈസ്. ന്യായവിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുക. പ്രൈമറി ഒബ്ജക്റ്റീവ് ടു ഡിസ്ട്രിബ്യൂട്ട് കൺസ്യൂമർ ഗുഡ്സ്, മെഡിസിൻസ് ടു ദ പബ്ലിക് അറ്റ് അഫോർഡബിൾ പ്രൈസ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ ബൈയിങ് റൈറ്റ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അതെല്ലാം ഒരേ അർത്ഥമാണ്. മറ്റുള്ള ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും കൺസ്യൂമർ ആർട്ടിക്കിൾസും മെഡിസിനും ഒക്കെ, നീതി മെഡിക്കൽസും ഒക്കെ നടത്തി, അതും കറക്റ്റ് സെന്റൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ ദി ആൻസർ 1 and 3 ആർ കറക്റ്റ് എന്നുള്ള സി ആണ്. Identify the accurate statement regarding the activities of Kerala State Cooperative Federation for Fisheries Development Limited. മത്സ്യഫെഡിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മത്സ്യഫെഡ് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് ജോലികൾ, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ മേഖലയിൽ ഉള്ളവർക്ക് സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് ആ ഫിഷിംഗ് മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടി വ്യാസ സ്റ്റോഴ്സും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഫിഷിന്റെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ന്യൂട്രി ഫിഷ് എന്ന് പറയുന്ന വളവും, അവരുടെ സ്ത്രീകളായിട്ടുള്ളവരെ മത്സ്യവിപണനത്തിന് എത്തിക്കുന്നതിന് വനിതാ ബസും, പിന്നെ അവർക്ക് വേണ്ട ഈ മത്സ്യവുമൊക്കെ വൈകുന്നേരങ്ങളിൽ വിൽക്കുന്നതിന് വേണ്ടി അന്തിപ്പറ്റ എന്ന് പറഞ്ഞൊരു സ്കീമും, മത്സ്യവുമായി ബന്ധപ്പെട്ടവർക്ക് വായ്പയും, അവർക്ക് ഈ ബോട്ടിന് മോട്ടറിന് ഉപയോഗിക്കാനുള്ള മണ്ണെണ്ണയും ഒക്കെ, അതിനുള്ള പമ്പ് ഒക്കെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മത്സ്യഫെഡ്. അവര് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കും, പ്രൊഡക്ഷൻ ബോണസ് കൊടുക്കും, പിന്നെ വൈറ്റ് കിറോസിൻ കൊടുക്കും, ഈ ഫിഷ് മാർക്കറ്റിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒതുക്കും, പിന്നെ ഹാർബർ എല്ലാം വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് അത്ര മാത്രം ഉൾക്കൊള്ളാവുന്നതല്ല. ഈ ഫിഷിംഗ് ഹാർബർ എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മത്സ്യഫെഡിന്റെ, പിന്നെ ഈ ഫിഷ് മാർക്കറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യും. എങ്കിലും അതിനോടൊപ്പം അതിവിടെ ചേർത്തത് കൊണ്ട് അതും അങ്ങനാകുമ്പം ഇതെല്ലാം ശരിയായ ഒരു ആൻസറാണ്. നാട്ടിൽ അല്പം ഒരു ഡൗട്ട് നമുക്കുള്ളത് ഹാർബറിന്റെ ഡെവലപ്മെന്റ്, അതായത് മത്സ്യബന്ധന ഹാർബറൊക്കെ ഈ മത്സ്യഫെഡ് അങ്ങ് ഡെവലപ്പ് ചെയ്യും. അത് സർക്കാർ മേഖലയിൽ ചെയ്യുന്നതാണ്. എങ്കിലും മൊത്തത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആള് കറക്റ്റ് എന്നുള്ളത് എഴുതി വെക്കാം. സ്റ്റേറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കേരള ബാങ്ക്. കേരള ബാങ്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴെ പറയുന്ന സെന്റൻസുകൾ ഏതൊക്കെയാ ശരിയെന്ന് നോക്കാം. ദ ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഇൻ ദ ഇയർ 1915. അവിടെ വരെ കറക്റ്റാ. 1915 നവംബർ 23 നമ്മുടെ കേരള ബാങ്ക്, ഇന്നത്തെ കേരള ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച ആദ്യത്തെ ബാങ്കാണ്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച ആദ്യത്തെ ബാങ്ക്. പക്ഷേ അന്ന് അതിന്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നല്ല. അതിന്റെ പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്.
ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ TCCB എന്നാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ 1915 രൂപീകരിച്ചതാണ് കേരള ബാങ്ക് എന്നുള്ളതാണ്. അതിന്റെ പകുതി ഭാഗം തെറ്റും പകുതി ഭാഗം ശരിയും ആയതുകൊണ്ട് മൊത്തത്തിൽ പറയുമ്പോൾ ഈ സെന്റൻസ് തെറ്റാണ്. പക്ഷേ the bank was registered in the year 1950 as the ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണെങ്കിൽ പോലും ശരിയായിരുന്നു. അവിടെയും നിങ്ങളെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നല്ലായിരുന്നു, അന്ന് ആദ്യ പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI Act 1934. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആണ്. ഈ ആക്ട് പ്രകാരം ഈ ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കേരള ബാങ്കിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യയിലെ അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇന്നത്തെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അങ്ങനെ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെട്ട ബാങ്കിന് മറ്റൊരു പേര് പറയും ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. മറ്റ് ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്ക് ആണെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും, കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഉൾപ്പെടുന്നതെങ്കിൽ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും പറയും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് is the first apex scheduled cooperative bank in our country. അത് നമ്മുടെ BR ആക്ടില് 1965 അമെന്റ്മെന്റ് വരുത്തി 66 നിലവിൽ വന്ന അതും പ്രകാരം ഈ ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്ക് ആയി മാറിയിട്ടുണ്ട് 66 മുതൽ തന്നെ. അപ്പൊ അതൊരു ശരിയായ സെന്റൻസ് ആണ്. ബാങ്ക് നെയിം ഓഫ് ബാങ്ക് എന്ന് എല്ലാവർക്കും ഉദ്ദേശിച്ചത് ഇത് ബ്രാൻഡ് നെയിം എന്നാണ് ആകാനാണ് ചാൻസ്. തെറ്റിപ്പോയതാകാം. ബ്രാൻഡ് നെയിമാണ്. നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന് കൺസ്യൂമർ ഫെഡ് എന്ന് പറഞ്ഞതുപോലെ ഈ കേരള ബാങ്കിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക്. അതില് ബാങ്ക് നെയിം ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്ക് അതൊരു ഇവിടെ തെറ്റാനാണ് ചാൻസ്. ഇനി അതാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ അതായിക്കോട്ടെ, അതിൽ നമുക്കൊരു പ്രശ്നമാക്കണ്ട. കേരള ബാങ്ക് എന്നാണ് ഇതിന്റെ ബ്രാൻഡ് നെയിം. അതും ശരിയാ. ആ വാക്കിനെ പിടിച്ച് നമ്മൾ നോക്കണ്ട. അപ്പൊ അതും ശരിയായ ഒരു സെന്റൻസ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2ഉം 3ഉം ശരിയാണ്, 1 തെറ്റുമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ all are correct except 1. അതിലേക്ക് എത്താം. അതാണ് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഇത്രയും വിശാലമായി പറയുന്നത് ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ആൻസർ കീ വന്നു. നമ്മളെപ്പോഴും ആൻസർ കീ വന്നതിന്റെ ആ ചോയ്സും ക്വസ്റ്റ്യനും മാത്രമായിട്ട് പഠിച്ചു വെക്കാൻ ഒക്കുന്നതല്ലല്ലോ ഡിസ്ക്രിപ്റ്റീവ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നെയും നമുക്ക് ഓരോ സെന്റൻസുകളും കാണാൻ പഠിക്കേണ്ടതാണ്. അതിൽ തെറ്റുള്ളത് തിരുത്തി തെറ്റായിട്ട് അവർ തന്നെങ്കിലും ശരിയാക്കി നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അത് പിന്നീട് നമുക്ക് ഉപയോഗം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. അതിനുവേണ്ടി, അല്ലാതെ നിങ്ങളുടെ ആൻസർ ഏതാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമല്ല. ആൻസർ പറയാൻ വേണ്ടി 39B ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. അത് നിങ്ങൾക്കൊരു വേണ്ടത്ര പ്രയോജനം ലഭിക്കത്തില്ല. നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങളാ ഒരു ക്ലാസ് പോലെ തന്നെ ഇത് ഉപയോഗപ്പെടുത്തണം എന്ന രൂപത്തിലാണ് നമ്മൾ ഇത്രയും വിവരിച്ച് പറയുന്നത്. ആൻസർ അറിയാൻ വേണ്ടി നമ്മളെ ഈ ക്ലാസ്സിൽ കയറണമെന്നില്ല. അത് നിങ്ങൾക്ക് ആൻസർ കീ വെച്ചിട്ട് വരച്ച് റൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. അതെങ്ങനെ എത്തി എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ
കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതിന്റെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈസ് ആൾസോ നോൺ ആസ് ഡാഷ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അപ്പെക്സ് ഹാൻഡ്ലൂം മേഖലയിലെ ഹാൻഡെക്സ് ഉണ്ട്, ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതാണ് ഹാൻഡെക്സ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഹാൻഡെക്സ്. 1961 ആരംഭിച്ചത്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അത് ഹാൻവീവ് ആണ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഹാൻവീവ, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാൻഡെക്സ്. ഹാൻവീവ് ഹാൻഡെക്സ്, ഹാൻഡെക്സ് കോപ്പറേറ്റീവ് സെക്ടറും ഹാൻവീവ് ഒരു കമ്പനിയുമാണ്. ഹാൻവീവ് 1968 ഇത് 1961 ഇത് തമ്മിലുള്ള തിരിയാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ഹാൻവീവ, അത് എളുപ്പം എഴുതാവുന്നതാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, നിങ്ങൾക്കറിയാം ICM. ICM ഈസ് എ യൂണിറ്റ് ഓഫ് ഡാറ്റ്. അത് പല കുട്ടികളും തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ 3 ടയർ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്. സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ അഥവാ ജൂനിയർ ട്രെയിനിങ് സെന്റർ ഏറ്റവും അടിത്തട്ടിൽ, അതിന്റെ മുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതിന്റെ മുകളിൽ വാങ്ങിക്കോ. ഇത് എല്ലാം NCCTയുടെ കീഴില്ല. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് 3 ടയർ എന്ന് പറയുന്നത് ലോവർ ലെവലില് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം, മിഡിൽ ലെവലിൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം, ഉയർന്ന ലെവലിൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം. ഇത് നമ്മള് സാധാരണ പഠിക്കുന്നത് പോലെ പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ, കൺസ്യൂമർ ഫെഡ്, NCCF, ഇങ്ങനെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ സംസ്ഥാന ലെവലിൽ 3 ടയറും നാഷണൽ ലെവലിൽ 4 ടയറും പഠിക്കും. അങ്ങനെ ഒന്നുകൾ ചെറുതുകൾ ചേർന്ന് വലുത്, അത് ചേർന്ന് വലുത്, അങ്ങനെയാണ് ഇത് ഫെഡറേറ്റ് ചെയ്താ പോകുന്നത്. പ്രൈമറിയുടെ ഫെഡറേഷൻ DWSന്റെ ഫെഡറേഷൻ കൺസ്യൂമർ ഫെഡ്, എല്ലാ സംസ്ഥാനത്തെയും അപ്പെക്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ചേർന്ന് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ. അതൊരു ടയറിന്റെ രീതി ഫെഡറേറ്റ് ചെയ്തു പോവുകയാണ്. അത് പഠിക്കുമ്പോൾ NCCFന്റെ താഴെ ആരം ചോദിച്ചാൽ NCCFന്റെ യൂണിറ്റ് കൺസ്യൂമർ ഫെഡുകളാണ്. കൺസ്യൂമർ ഫെഡുകളുടെ യൂണിറ്റ് DWS ആണ്. DWSന്റെ താഴെ അതിന്റെ സന്തതികളാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. അപ്പൊ ഇത് NCCFന്റെ മകനാണ് കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡിന്റെ മകനോ മകളോ ആണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ. അതിന്റെ മക്കളാണ് പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ. അതാതിന്റെ മുകളിലായിട്ട് ഉയർന്ന അവരുടെ ഫെഡറേഷനാണ്. എന്നാൽ ഇവിടെ ടയർ പറയുന്നെങ്കിലും
താഴത്തെ ലെവലിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും താഴത്തെ ലെവൽ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ കോഴ്സ്, ഇപ്പൊ പ്രീ ഡിഗ്രി, ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലെ ഒരു താഴത്തെ കോഴ്സ്, ചെറിയ കോഴ്സ് നടത്തുന്ന സ്ഥാപനമാണ് ഈ ജൂനിയർ സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്ററുകൾ. അതിന്റെ എല്ലാം കൂടി ഫെഡറേഷൻ അല്ല ICM. ICM മറ്റൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന NCCTയുടെ ഒരു സ്ഥാപനം. ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന ദേശീയ തലത്തിൽ ICMകളുടെ ഫെഡറേറ്റ് ചെയ്തുണ്ടാക്കിയതല്ല വാംനിക്കോം. ഇത് ചെറിയ വിദ്യാഭ്യാസം, കുറച്ചുകൂടെ ഉയർന്ന ഡിഗ്രി പോലുള്ള വിദ്യാഭ്യാസം, ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ പോലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന വിവിധ ലെവലിലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന വിവിധ സ്ഥാപനങ്ങളാണ്. അല്ലാതെ ഓരോന്നിന്റെ അടിത്തട്ടിലുള്ളതല്ല. ഇങ്ങനെ ആണ് 3 ടയർ പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ NCCTയുടെ 3 സ്ഥാപനങ്ങളായത് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്ററും ICMഉം വാംനിക്കോമും. പിന്നെ ഇത് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഇത് ഇടത്തരം വിദ്യാഭ്യാസം, ഇത് ലോവർ ലെവലിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ NCCTയുടെ ഒരു യൂണിറ്റാ ഇത് മറ്റൊരു യൂണിറ്റാ, ഇത് മറ്റൊരു യൂണിറ്റാ. അല്ലാതെ ICMന്റെ യൂണിറ്റ് അല്ല STC, വാംനിക്കോമിന്റെ യൂണിറ്റ് അല്ല ICM. NCCTയുടെ യൂണിറ്റ് ആണ് വാംനിക്കോമും ICMഉം STCയും. അപ്പൊ ചിലപ്പം നമ്മൾ ടയർ ഓർത്ത് വെച്ചവർ ധരിക്കും STCയുടെ മുകളിൽ ICM അല്ലയോ. അത് ഈ കോപ്പറേറ്റീവ് സെക്ടറിലെ ഫെഡറേഷൻ പഠിക്കുമ്പോൾ ഉള്ള ചിന്തയാണ്. ഇവിടെ ടയർ ഇങ്ങനെ പറയുന്നെങ്കിലും 3ഉം NCCT നടത്തുന്ന 3 സ്ഥാപനങ്ങളാണ്, അല്ലാതെ അതാതിന്റെ മുകളിലുള്ളവർ നടത്തുന്നതല്ല. ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അഥവാ ICM ഏതിന്റെ യൂണിറ്റാ? അത് NCCTയുടെ യൂണിറ്റ് ആണ്. ചിലരെങ്കിലും ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന സഹകരണ മേഖലയിലെ സഹകരണ സംഘങ്ങളുടെ ടയർ പോലെ ഉള്ള ധാരണയിൽ ഇതിന്റെ കുഞ്ഞുങ്ങളാണ് ICMന്റെ കുഞ്ഞുങ്ങളാണ് ഇത് എന്ന ചിന്താഗതി വെച്ച് പുലർത്തിയിട്ടുള്ള ആളുകൾ ICM ഏതിന്റെ യൂണിറ്റാന്ന് ചോദിച്ചാൽ വാംനിക്കോം എന്ന് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ അത് കാര്യം? അതുകൊണ്ട് ഇതെല്ലാം നമ്മള് പഠന രീതിയിൽ ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് നമ്മുടെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. Which of the following statement are accurate? Which of the following statement are accurate about വാംനിക്കോം? നിങ്ങൾക്കറിയാം, വാംനിക്കോം എന്ന് പറയുന്നത് വൈകുണ്ഠമേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന രീതിയിൽ 1967 രൂപീകരിച്ചതാണ്. നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ കോപ്പറേറ്റീവ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂനെയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും ഈ കോപ്പറേറ്റീവ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, അതായത് സിങ്കോബ് എന്ന് പറഞ്ഞ സ്ഥാപനം കൂടി, സിങ്കോബും നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
കൺസ്യൂമർ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് സിങ്കോബ് എന്ന ഇതിലൂടെ ചേർത്ത് 1967 രൂപീകരിച്ച നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രൂപത്തിൽ തന്നെ തുടങ്ങിയത് പിന്നീട് ഈ സഹകരണ മേഖലയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയായ വൈകുണ്ഠമേത്തയുടെ ഓർമ്മയ്ക്കായിട്ട് വൈകുണ്ഠമേത്തയും LM ജോഷിയും കൂടെ ചേർന്നാണ് ആദ്യമായിട്ട് ബോംബെയിൽ 1918 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. അപ്പൊ അതിൽ നമ്മുടെ ഈ VL മേത്തയുണ്ട്, LM ജോഷിയും. പിന്നെ പൂനെയിലും ഒക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഒരുപാട് സഹായം ചെയ്ത വ്യക്തിയാണ് വൈകുണ്ഠമേത്ത. അദ്ദേഹം ബോംബെയില് സഹകരണ മിനിസ്റ്ററൊക്കെ ആയിരുന്നു. അങ്ങനെ സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒക്കെ വലിയ പ്രാധാന്യ വ്യക്തി ആയതുകൊണ്ടാണ് പിന്നീട് ഈ സ്ഥാപനത്തിന് വൈകുണ്ഠമേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പേര് കൊടുത്തത്. അപ്പൊ അതൊരു ഫുൾ ഫോം ശരിയാണ്. അവര് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, കപ്പാസിറ്റി ബിൽഡിംഗ്, അതായത് നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എംപവറിംഗ് ദ കോപ്പറേറ്റീവ്സ് ആൻഡ് കളക്റ്റീവ്സ്, സഹകരണ മേഖലയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ. നമുക്കറിയാം മെൻ ഓഫ് നോളജ് ഈസ് എ മെൻ ഓഫ് ബിസിനസ്. ഒരു അറിവുള്ളവർക്ക് മാത്രമേ ഒരു സ്ഥാപനം സഹകരണ മേഖലയായാലും ഏത് മേഖലയായാലും വികസിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അവർക്ക് അറിവ് ഉണ്ടാക്കണം. അത് മെൻ ഓഫ് നോളജ് ഈസ് എ മെൻ ഓഫ് ബിസിനസ് എന്ന് വില്യം കിങ് പറഞ്ഞിട്ടുണ്ട്. ആൾ ദ enthusiasm will not be enough unless we have trained cooperatives. ട്രെയിൻഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ്സ് ഇല്ലാത്തിടത്തോളം കാലം കോപ്പറേറ്റീവ് സെക്ടറിന് യാതൊരു വിധമായ ഉണർവും ഉണ്ടാകത്തില്ല എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. പല കമ്മിറ്റികളും പ്രൊഫഷണൽ, ടെക്നിക്കൽ, ക്വാളിഫൈഡ് സ്റ്റാഫ് സഹകരണ മേഖലയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹകരണ മേഖലയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും കഴിവുമുള്ള സ്റ്റാഫ് വേണം. അങ്ങനെയുള്ള സ്റ്റാഫിനെ വളർത്തിയെടുക്കുന്ന കൂട്ടത്തിൽ വലിയൊരു പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് വാംനിക്കോ. അപ്പൊ അത് ശരിയാണ്. അവര് ട്രെയിനിങ് കൊടുക്കുന്ന കൂടാതെ പല ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെന്റ് DCBM എന്ന് പറയുന്ന ഒരു PG കോഴ്സ് സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ HDC, JDC പോലെ അതിന്റെ ഉയർന്ന ഒരു വിദ്യാഭ്യാസമായ PG കോഴ്സായ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയായ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പരീക്ഷ സർട്ടിഫിക്കറ്റ് കോഴ്സും നടത്തി എല്ലാ വിധത്തിലും സഹകരണ മേഖലയുടെ വിദ്യാഭ്യാസത്തിനും കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ അറിവും അങ്ങനെ സഹകരണ മേഖലയുടെ വികസനത്തിന് സഹായിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വാംനിക്കോ. അതൊരു ശരിയാണ്. വാംനിക്കോം ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ റെപ്രസെന്റിംഗ് എൻറ്റയർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അത് തെറ്റാണ്. എൻറ്റയർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യയുടെ അപ്പെക്സ് സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നത് NCUI ആണ്. അപ്പം ഏതെങ്കിലും പ്രത്യേക സഹകരണ സംഘത്തിന്റെ അല്ല, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സഹകരണ പ്രസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു നാഷണൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്നത് വാംനിക്കോം അല്ല, NCUI. വാംനിക്കോം ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റെപ്രസെന്റിംഗ് കോപ്പറേറ്റീവ് എഡ്യൂക്കേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ സഹകരണ വിദ്യാഭ്യാസ മേഖലയുടെ ഹയസ്റ്റ് പോസ്റ്റ് അപ്പെക്സ് വാംനിക്കോമാണ്. ഇവിടെ എഡ്യൂക്കേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സെന്റൻസും ശരിയായേനെ. അപ്പോൾ വാംനിക്കോമിന് പറയാവുന്ന ഒരു സെന്റൻസ് ഇങ്ങനെ ഉണ്ട്, അത് അപ്പെക്സ് എന്ന് പറയും. അത് വിദ്യാഭ്യാസത്തിന്റെ അപ്പെക്സ് എന്ന് പ്രത്യേകിച്ച് ഓർക്കുമ്പോൾ സഹകരണ മേഖലയുടെ ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനങ്ങളുടെ ഓരോ സഹകരണ സ്ഥാപനത്തിനും ദേശീയ അപ്പെക്സ് ഉണ്ട്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിന് മാർക്കറ്റ് നാഫഡ് ഉണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് അതിന്റെ നാഷണൽ അപ്പെക്സ് NCCF ആണ്.
ഫിഷറീസിന് ഫിഷ്കോ ഫെഡ് ഉണ്ട്. അപ്പൊ തന്നെ കാർഡ് ബാങ്കിന് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് നാഫ്കബ് ഉണ്ട്. ഓരോന്നിന്റെയും കോപ്പറേറ്റീവ് സെക്ടറിന്റെ അപ്പെക്സ് ചോദിക്കുമ്പോൾ എഴുതാനുണ്ട്. മൊത്തത്തിൽ കോപ്പറേറ്റീവ് സെക്ടറിന്റെ ചോദിക്കുമ്പോൾ NCUI എഴുതുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ അപ്പെക്സ് സ്ഥാപനം NCUI-യും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ അപ്പെക്സ് സ്ഥാപനം വാംനികോമും ഓരോ കൺസ്യൂമറിന്റെ മാർക്കറ്റിംഗിന്റെ അതാതിന്റെ അപ്പെക്സ് സ്ഥാപനം ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് എഴുതണം. ഇവിടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രത്യേകിച്ച് ഓർക്കുക, ഏതെങ്കിലും ഒരു സ്ഥാപനം പറയുന്നില്ല. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒരു നോൺ ഒഫീഷ്യൽ അപ്പെക്സ് സ്ഥാപനമാണ് NCUI. ഇവിടെ NCUI-യുടെ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് NCUI-യുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കാണാം. ഈ സെന്റൻസിന് വീണ്ടും നിങ്ങൾ കയറി സംശയം ചോദിക്കുമ്പോൾ വിച്ച് ഈസ് ദ നാഷണൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ചോദിച്ചാൽ NCCF എഴുതാം. വിച്ച് ഈസ് ദ നാഷണൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് മാത്രം ചോദിച്ചാൽ NCUI ആണ്. അപ്പൊ ഇവിടെ ഇത് എഡ്യൂക്കേഷന്റെ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് വാംനികോം എഡ്യൂക്കേഷന്റെ അപ്പെക്സ് ആയതുകൊണ്ട് ഈ സെന്റൻസ് തെറ്റാണ്. അപ്പൊ ഇവിടെ മൂന്നാമത്തേത് തെറ്റും 1ഉം 2ഉം ശരിയുമാണ്. അപ്പം 1 and 2 ആർ കറക്റ്റ് ആണ് ഇവിടെ ആൻസർ. എന്തായാലും ചോദിക്കാനുണ്ടോ? സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങളുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം ചോദിക്കുമ്പോഴെങ്കിലും. സംശയം ഉണ്ടെങ്കിൽ, ഇല്ല ചുമ്മാതെ ഇൻവോൾവ് വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. നമ്മളത് ക്ലാസ്സിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങളും ഒന്നും അറിയാത്തവരല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തവരും അത് പരീക്ഷയ്ക്ക് പോയി എഴുതിയവരും ഇനിയും പരീക്ഷ എഴുതേണ്ടവരും അഥവാ ഈ പരീക്ഷയ്ക്ക് തന്നെ ജോലിക്ക് കയറേണ്ടവരും ഒക്കെയാണ്. അങ്ങനെ അറിവും ഒന്നും തീരെ ആദ്യമായിട്ട് വന്നാലോ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ വല്ലതും പറയുന്നതെങ്കിൽ അത് നിങ്ങൾ ചോദിക്കാമെങ്കിൽ ആ നിങ്ങൾ പറയുന്നത് ശരിയെങ്കിൽ നമുക്ക് അങ്ങനെ എത്താം. അതല്ല നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു തെറ്റായ ധാരണയായിരുന്നെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തി എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ തെറ്റായ ധാരണ മാറിപ്പോകും. മറിച്ച് ഞാനിവിടെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചു പുലർത്തിയിരിക്കുന്ന ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഞാൻ പറയുന്നത് എങ്കിൽ നിങ്ങൾക്കത് ചോദിക്കുന്നുമില്ല. എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന തന്നെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്താൽ അതൊരു അബദ്ധത്തിൽ പോകുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കി പോകണം. മൂന്നാമത്തെ ഒന്നും കൂടെ പറഞ്ഞു തരുമോ? കാരണം അത് അപ്പെക്സ് എന്നല്ലേ വരുന്നേ വാംനികോമിന്റെ? അപ്പെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏറ്റവും ഉയർന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പെക്സ് എന്നുള്ളതിന്റെ ഒരർത്ഥം ഏറ്റവും ഉയർന്നതെന്നാണ്. എന്നാൽ അപ്പെക്സ് സൊസൈറ്റി എന്നാണെങ്കിൽ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പെക്സ് സൊസൈറ്റി മീൻസ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ and members only other societies with a similar object and declared as such by the registrar എന്ന് സെക്ഷൻ 2 എയിൽ പറയുന്നുണ്ട്. അത് അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ആണ്. മറ്റൊന്ന് അപ്പെക്സ് എന്ന് വെച്ചാൽ ടോപ്പ് എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഏറ്റവും ടോപ്പിലുള്ള
സഹകരണ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള സ്ഥാപനം ഏതെന്നുള്ളതിന്റെ ആൻസറാണ് വാംനികോം. അല്ലാതെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുകളിലുള്ള സ്ഥാപനം വാംനികോം അല്ല. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർത്തിലുള്ള നോൺ ഒഫീഷ്യൽ ബോഡി NCUI ആണ്. സഹകരണ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനം വാംനികോം ആണ്. ഇവിടെ വാംനികോമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണെന്നാണ്. അത് തെറ്റാ. ക്ലിയർ ആയി സർ. ഓക്കെ. അത് ചിലപ്പം പഠിപ്പിച്ച സമയത്ത് ചില കുട്ടികൾക്ക് അന്നേരം തന്നെ ക്ലിയർ ആയി കാണും. അപ്പം ഉള്ളിൽ ചില ആൾക്കാർക്ക് അത് ക്ലിയർ ആകാത്തവരെ മറ്റേ ഈ വാംനികോം, അത് പ്രത്യേകിച്ച് ഈ വാംനികോമും ഈ സെന്റൻസൂടെ ശരിയാണെന്ന് പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന ഒരാളിന് ഒരിക്കലും ഇതങ്ങോട്ട് സഹിക്കാനൊക്കത്തില്ല. അപ്പൊ അവരുടെ മനസ്സിൽ അവരെഴുതിയതിന്റെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ മനസ്സിലിട്ട് തട്ടിത്തട്ടിയിരിക്കും. ഇരിക്കുകയും ചെയ്യും. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റേത് ഇങ്ങനെ തട്ടിത്തട്ടി കിടക്കും. അത് പിന്നീടുള്ള പരീക്ഷയ്ക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളത് ക്ലിയർ ആക്കി പോകണം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറയുന്നു. അടുത്തത് ഐഡന്റിഫൈ ആക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് NCUI. NCUI-യുമായി ബന്ധപ്പെട്ടത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ is an apex organization representing cooperative societies in India. അത് കുഴപ്പമില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എല്ലാം, സഹകരണ മേഖലയുടെ എല്ലാം, ഏതെങ്കിലും ഒരു പ്രത്യേക സഹകരണ സംഘം എന്ന് പറയുന്നില്ല. കൺസ്യൂമർ എന്നോ മാർക്കറ്റിംഗ് എന്നോ ഫിഷറീസ് എന്നോ ഇല്ല. ഇന്ത്യയില് സഹകരണ സംഘങ്ങൾ, ഇന്ത്യയില് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സഹകരണ സംഘങ്ങളുടെ എല്ലാം അപ്പെക്സ് സ്ഥാപനം, ദേശീയ അപ്പെക്സ് സ്ഥാപനം NCUI. ഇന്ത്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന പ്രത്യേക സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സ്ഥാപനം ഇന്ത്യയിലേത് NCCF. ഇന്ത്യയിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന പ്രത്യേക മാർക്കറ്റിംഗിന്റെ അപ്പെക്സ് സ്ഥാപനം NAFED. ഇന്ത്യയിലെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, കൺസ്യൂമർ ആയിക്കോട്ടെ, എല്ലാ സംഘങ്ങളുടെയും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അതിന്റെ നാഷണൽ അപ്പെക്സ് സ്ഥാപനം NCUI എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അടുത്തത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞായിരുന്നു, NCUI രൂപീകരിച്ചത് തന്നെ സഹകരണ വിദ്യാഭ്യാസവും സഹകരണ പ്രചാരണവുമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊപ്പഗൻഡ. അങ്ങനെ എഡ്യൂക്കേഷനും പ്രൊപ്പഗൻഡയും NCUI-യുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാം പ്രൊപ്പഗൻഡയും എഡ്യൂക്കേഷനും മറ്റ് അനേകം കാര്യങ്ങൾ NCUI-ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷനും അവരുടെ ജോലിയാണ്. ആ എഡ്യൂക്കേഷൻ കാര്യം നോക്കാൻ വേണ്ടി മാത്രം എവരുടെ കീഴിൽ ആരംഭിച്ചതാണ് NCCT. അപ്പൊ NCCT എന്ന് പറയുന്നത്, ആ NCCT ആണ് പിന്നീട് വാംനികോമും ICM-ഉം സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്ററൊക്കെ നോക്കുന്നത്. മേൽനോട്ടം ആ NCCT-യുടെ നേതൃത്വം, ഉത്തരവാദിത്വം NCUI-ക്കാണ്. അവരുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് കാണുക ഇതിനെ, NCCT-യെ. അവരുടെ കീഴിൽ മറ്റ് കാര്യങ്ങൾ, NCUI-യുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ വിദ്യാഭ്യാസ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഒരാളെ ഏൽപ്പിച്ചു. അതാണ് NCCT.
ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. വീട്ടിലെ ഉത്തരവാദിത്തം ചെയ്യണം, ഇവിടുത്തെ ക്ലാസ് ഉണ്ടാകാം, മറ്റ് മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പല ജോലികളുണ്ട്. അതിൽ എല്ലാം എന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ അത് ചെയ്യ്. അങ്ങനെ ഏൽപ്പിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് അത് അയാളുടേതായി മാറുന്നില്ല. അയാൾ എന്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് NCCT അല്ലയോ? സമ്മതിച്ചു. NCCTയുടെ നേതൃത്വമാർക്ക NCUIക്ക. അങ്ങനെ ആകുമ്പോൾ സഹകരണ വിദ്യാഭ്യാസവും NCUI ചെയ്യാറുണ്ടാണല്ലോ. അതാണ് ഇവിടെ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ പ്ലേസ് സിഗ്നിഫിക്കന്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സഹകരണ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങിനും നടത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് NCUI ആണ്. കൂടാതെ കോപ്പറേറ്റീവ് പ്രൊപ്പഗൻഡ, കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ, കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ, കോപ്പറേറ്റീവ് കോൺഗ്രസ് കണ്ടക്ട് ചെയ്യുക, ഇതെല്ലാം അവർ ചെയ്യുന്ന പണികളാണ്. അതുകൊണ്ട് നമുക്ക് ഇതും ഓർക്കാം, ഇതും ശരിയാണ്. ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്റ്റഡ് ബൈ ദ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ, അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള അല്ല, ഇന്ത്യക്ക് മൊത്തത്തിലാണ്, ദ എൻറ്റയർ കൺട്രിയാണ്. സംസ്ഥാനത്തിന് മാത്രമായി, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രം വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്നല്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ കൊളാബറേറ്റ് വിത്ത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോർ നോളജ് എക്സ്ചേഞ്ച്. നമുക്കറിയാം ICAയുടെ നേതൃത്വത്തിൽ ടീച്ചേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് ഒക്കെ നടത്താറുണ്ട് ICA. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് അധ്യാപകരെ മറ്റു രാജ്യത്തേക്കും അവിടുത്തെ അധ്യാപകരെ ഇങ്ങോട്ടും ഇവിടുത്തെ വിദ്യാർത്ഥികളെ മറ്റു രാജ്യത്തേക്കും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ ICA നടത്തുമ്പോൾ ഓരോ രാജ്യത്ത് അതിന്റെ ചുമതലക്കാരുണ്ടാകും. നമ്മുടെ രാജ്യത്തെ ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റി അവിടുത്തെ കുട്ടികൾക്കറിയാനും അവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തെ പറ്റി ഇവിടുത്തെ കുട്ടികൾക്കറിയാനും അവിടുത്തെ സഹകരണ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് കാര്യങ്ങൾ പറയാനും അധ്യാപകര് ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തിനെ പറ്റി പഠിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അതിനുള്ള അധ്യാപക ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്. ഇതില് നമ്മുടെ രാജ്യത്ത് ഈ കാര്യങ്ങൾക്ക് എവിടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ഏജൻസി വേണം. അല്ലാതെ ICAക്ക് ഇവിടെ വന്നിട്ട് ആളിനെ സംഘടിപ്പിച്ചിട്ട് പാനക്കത്തില്ല. അതിനുള്ള ഒരു ഏജൻസി ആയിട്ട് NCUI പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ കൊളാബറേഷൻ വിത്ത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നുവെച്ചാൽ ICA ഉദ്ദേശിക്കുന്നു പ്രധാനമായിട്ടും. ഫോർ നോളജ് എക്സ്ചേഞ്ച്, അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച്, ടീച്ചേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഒക്കെ കൂടെ ചേർന്നുള്ള ഒറ്റ വാക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന നോളജ് എക്സ്ചേഞ്ച്. അപ്പൊ അതും ഒരു ശരിയായതാണ്. ഇതിനകത്ത് ഒരു കേരള കയറി വന്നത് കൊണ്ട് അത് തെറ്റിപ്പോയി. ഇത്രയും ഇല്ല എങ്കിൽ അതും ശരിയാ. ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ, അത് ശരിയാകും. പക്ഷെ കേരളത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റിപ്പോയതാ. ഇവിടുത്തെ ആൻസർ 3 ഒഴിച്ച് ബാക്കിയെല്ലാം കറക്റ്റാ. അപ്പോൾ all are correct except 3. അപ്പൊ ഇതാണ് C ആണ് ആൻസർ. അതിലെ മൂന്നാമത്തെ പോയിന്റ് ഇല്ലേ, ഏതാ ഇപ്പൊ പറഞ്ഞതിലെ മൂന്നാമത്തെ പോയിന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്റ്റഡ് എന്ന് പറയുന്നില്ലേ,
അത് NCO ജസ്റ്റ് ഗൈഡഡ് ആൻഡ് കൺട്രോൾഡ് എന്നല്ലേ ഉള്ളൂ, കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ആ NCOയുടെ കൺട്രോൾ ചെയ്യുന്നെന്ന് വെച്ചാൽ അതിന്റെ NCOയുടെ കീഴിലാണ് NCCT പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു സെന്റൻസിലേക്ക് എത്തിയാലും തെറ്റെന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അതില് നേരിട്ട് NCUI ഇപ്പോൾ ട്രെയിനിങ് സെന്റർ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. NCUIയുടെ നേതൃത്വത്തിലാണ് NCCT പ്രവർത്തിക്കുന്നത്. ആ NCCT വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ രൂപത്തിലേക്ക് വേണമെങ്കിൽ വരാം. അത് ഏതായാലും ഈ സെന്റൻസ് തെറ്റാണ്. മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ NCUI ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റേറ്റ് ഓഫ് കേരള ഇല്ലാതെ ഇങ്ങനൊരു വാക്ക് വന്നാലും നമ്മളുടെ അടുത്ത് കളയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇതിപ്പം കണ്ടക്ട് ചെയ്യുന്നത്, ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പം NCCT ആണ്. നേരത്തെ NCCT വരുന്നതിന് മുമ്പ് NCUI തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കാരണം 1961 NCUI രൂപീകൃതമായപ്പോൾ ആ വിദ്യാഭ്യാസ കാര്യങ്ങൾ നേരത്തെ സെൻട്രൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആയിരുന്നു, CCCT ആയിരുന്നു സഹകരണ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത്. ആ CCCTയുടെ ഉത്തരവാദിത്വം മൊത്തം നമ്മുടെ ഈ ഗൊഹ്റാൻ കമ്മിറ്റിയും മിശ്ര കമ്മിറ്റിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ഈ CCCT എടുത്ത് NCUIക്ക് കൊടുത്തു. ഇപ്പൊ NCUI ആണ് സഹകരണ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് പോയത്. പിന്നീട് സ്വാമിനാഥൻ കമ്മിറ്റി പറഞ്ഞതനുസരിച്ചാണ് 73 സ്വാമിനാഥൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 76 ജൂലൈ മുതൽ ഈ NCCT രൂപീകരിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രം അവർക്ക് കൊടുത്തത്. അപ്പൊ പിന്നെ ഈ ചോദിച്ചത് വേണമെങ്കിൽ ഒരു പരിധി വരെ വേണമെങ്കിൽ ആ വാക്കില്ല എന്നുണ്ടെങ്കിൽ പറയാവുന്നുള്ളതേ ഉള്ളൂ. കൺട്രോൾ ഇപ്പം മൊത്തത്തിലുള്ള നിയന്ത്രണമാണ്. ഇവിടെ ഏതായാലും ഇത് തെറ്റായ സെന്റൻസ് ആയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. Which of the following institution primarily focuses on financing and promoting cooperative development at the national level? പിന്നെ ഇതൊരു ശരിയായ ഒരു സെന്റൻസിന്, ഈ സെന്റൻസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെന്റൻസ് അല്ലെങ്കിലും ഈ സെന്റൻസ് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരെണ്ണമേ ഉള്ളൂ NCDC. ഇത് വിദ്യാഭ്യാസമാണ്, ഇത് വിദ്യാഭ്യാസമാണ്, ഇത് വിദ്യാഭ്യാസമാണ്. ഇതൊന്നും ഫൈനാൻസ് ചെയ്യുന്നില്ല, ഇതും ഫൈനാൻസ് ചെയ്യുന്നില്ല, ഇത് ഫൈനാൻസ് ചെയ്യുന്നില്ല. ഏതായാലും NCDC എന്ന് പറയുന്നത് അത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബേസിക്കലി ഹെൽപ്പ് കോപ്പറേറ്റീവ്സ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അടിസ്ഥാന സൗകര്യ വികസനം സഹകരണ മേഖലയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹകരണ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന സ്ഥാപനമാണ്. എന്നാൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസിന് വേണ്ടി സഹകരണ മേഖലയെ വായ്പ കൊടുത്ത് സഹായിക്കുന്ന ഒരു സ്ഥാപനം നബാർഡുണ്ട്. കൂടാതെ സഹകരണ മേഖലക്കുൾപ്പെടെ സഹായിക്കുന്ന NHB ഉണ്ട്. ഇവിടെ ഒരു കാര്യം ഓർക്കാം, കോപ്പറേറ്റീവ്സിനെ മാത്രം സഹായിക്കുന്ന, കോപ്പറേറ്റീവ് സെക്ടറിനെ മാത്രം സഹായിക്കുന്ന, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണ മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി സഹകരണ മേഖലയ്ക്ക് മാത്രം സഹായം കൊടുക്കുന്ന, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി സഹായം കൊടുക്കുന്ന, സഹകരണ പ്രസ്ഥാനം വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം NCDC ആണ്. എന്നാൽ നബാർഡാണെങ്കിൽ സഹകരണ മേഖലയെയും കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് കൊമേഴ്സ്യൽ ബാങ്കിനെ സഹായിക്കും, റീജിയണൽ റൂറൽ ബാങ്കുകളെ സഹായിക്കും, സഹകരണത്തിനും പൈസ കൊടുക്കും. എന്തിന്? പുനർവായ്പ കൊടുക്കാൻ. NHB ആണെങ്കിലും സഹകരണ മേഖലയ്ക്കും സഹായിക്കും, മറ്റു
ഹൗസിംഗ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെയും സഹായിക്കും. NCDC ഒരു കാര്യം ഓർത്താൽ സഹകരണ മേഖലയെ മാത്രമേ NCDC സഹായിക്കത്തുള്ളൂ. ഇതൊരു ദേശീയ സ്ഥാപനമാണ്, ഇതൊരു സഹകരണ സ്ഥാപനമല്ല, ഇതൊരു കോർപ്പറേഷനാണ്. എന്നിരുന്നാലും കോർപ്പറേഷൻ തന്നെ സഹകരണ മേഖലയുടെ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കോർപ്പറേഷൻ ആയതുകൊണ്ട് ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈമർലി ഫോക്കസസ് ഫൈനാൻസിങ് ആൻഡ് പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് അറ്റ് നാഷണൽ ലെവൽ. ഇവിടെ NCDCയും നബാർഡും NHBയും NDDBയും EABCD ഇങ്ങനെ വന്നാലും നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ NCDC എഴുതണം. കാരണം ഇവരൊന്നും തന്നെ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതല്ല, ഇവര് ഗ്രാമീണ കാർഷിക വികസനത്തിന് വേണ്ടിയാണ്. ഗ്രാമീണ വികസനവും കാർഷിക വികസനവുമാണ്. ഇത് ഹൗസിംഗിന്റെയാണ്, ഇത് ഡയറി മേഖലയുടെ മാത്രം വികസനമാണ്. സഹകരണ മേഖലയുടെ വികസനത്തിന് വേണ്ടിയുള്ളത് NCDC തന്നെയാണ്. ഇത് മൂന്നും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല. ഒന്ന് കോർപ്പറേഷൻ, ഒന്ന് ബാങ്ക്, മറ്റൊന്ന് ബോർഡാണ്. എങ്കിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബോർഡ് കോർപ്പറേഷൻ NCDC ആണ്. അപ്പൊ ഇതിന്റെ ഈ ചോയ്സ് വന്നാലും NCDC ആണ്, ഇങ്ങനെ വന്നാലും NCDC എഴുതിക്കോണം. ഏതായാലും തൽക്കാലം നമുക്കിന്ന് നിർത്താം. അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഓക്കെ, എന്തോ ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാരും സന്തോഷത്തെ പോയി വോട്ട് ചെയ്യുക. പിന്നെ ഇല്ലയോ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടായിരുന്നെങ്കിൽ നല്ല സന്തോഷമായിരുന്നു, ഇല്ലയോ? ഒന്ന് പറയാനുണ്ട്. ആ ബോട്ടും കഴിഞ്ഞപ്പോ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ജോളിയായി വന്നൂടെയാണ്. ഇനിയിപ്പൊ അടുത്ത ഇനി ഉടൻ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അന്നേരം പോകുന്നത് ഈ ഒന്നുകിൽ പ്രിസൈഡിങ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ടോ ഒക്കെ പോകാനുള്ള സാഹചര്യവും അവിടെ ഇരുന്നുകൊണ്ട് വോട്ടുകൂടി ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. ഓക്കെ.